തലമുറകൾക്ക് വേണ്ടി, അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത് വാസ്തവത്തിൽ അവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ പരിശ്രമിക്കുന്നവരാണ്. മറ്റുള്ളവർ എന്തെല്ലാം കരുതി വച്ചാലും വാസ്തവത്തിൽ അത് നാശത്തിലേക്ക് മാത്രമേ തലമുറകളെ നയിക്കൂ. ബൈബിളിലെ പല സംഭവങ്ങളും കെട്ടുകഥകളായി പലരും കരുതാറുണ്ട്. അതിലൊന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഇന്നു മുതൽ നാം പഠിക്കുവാൻ ആരംഭിക്കുന്ന പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. എന്നാൽ ഇയ്യോബ് ഒരു കെട്ടുകഥ എന്ന് തെളിയിക്കുവാൻ ആവശ്യമായ തെളിവുകളേക്കാൾ ഏറെ ഈ പുസ്തകം ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ ആവിഷ്കാരമാകുന്നു എന്ന് തെളിയിക്കുവാൻ നമ്മുടെ കൈവശമുണ്ട്. അത് തന്നെ നമുക്കൊന്ന് നോക്കാം. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ മുഖവരയായി ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നിങ്ങൾക്ക് പരിചിതമായ ഒരു പുസ്തകമാണല്ലോ ഇയ്യോബിൻ്റെ പുസ്തകം. ഏറ്റവും പ്രാർത്ഥനയോടെ പഠിക്കുവാൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനം ചെയ്യുന്നതായിട്ടുള്ള ചില അനുഭവങ്ങളാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുവാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി ഈ പുസ്തകം നമുക്ക് പഠിക്കാം. എടുത്താട്ടെ ഇയ്യോബിൻ്റെ പുസ്തകം. പഴയ നിയമത്തെ മൊത്തത്തിൽ ന്യായപ്രമാണം, പ്രവാചകന്മാർ, സങ്കീർത്തനങ്ങൾ എന്നിങ്ങനെ മൂന്നായി വിഭജിക്കാം. ഇവയിൽ മൂന്നാമത്തെ ഘടകമായ സങ്കീർത്തനത്തിലെ ആദ്യ പുസ്തകമാണ് ഇയ്യോബ്. ഈ ഘടകത്തിലെ മറ്റ് പുസ്തകങ്ങൾ സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, വിലാപങ്ങൾ എന്നിവയാണ്. ഈ പുസ്തകങ്ങളുടെ രൂപം കൊണ്ടാണ് ഇവയെ കവിതകൾ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിലെ വിഷയം സാങ്കല്പികമോ കെട്ടുകഥകളോ ആകുന്നു എന്ന അർത്ഥത്തിലല്ല. കവിതയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇത് താളത്തിനൊത്തു വായിക്കുവാൻ പര്യാപ്തമാണെന്നും അർത്ഥമില്ല. ഒരു ആശയം പല ആവർത്തി പല വിധത്തിൽ പറഞ്ഞുള്ളതാണ് എബ്രായ കവിതകൾ. അതായത് സമാന്തരത്വം ഈ കവിതകളിലെ പ്രത്യേകതയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദനം പദ്യരൂപേണയാകുന്നു. എല്ലാ സംസാരങ്ങളും കവിതയായിട്ടാണ്. ഇയ്യോബിൻ്റെ എഴുത്തുകാരൻ ആരാകുന്നു എന്ന് നമുക്കറിയില്ല. മോശയാണ് ഈ പുസ്തകം എഴുതിയതെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റ് അഭിപ്രായങ്ങൾ എസ്ര, ശലോമോൻ, ഇയ്യോബ് തന്നെ, എലീഹു എന്നിവരാണ്. ഇയ്യോബിൻ്റെ ആശ്വാസകരിൽ ശോച്യനായ ഒരാളായിട്ടാണ് എലീഹുവിനെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 32 അധ്യായത്തിൻ്റെ 16, 17 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എലീഹു ആയിരിക്കും പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് ചിന്തിക്കുന്നത്. നാം അവിടെ വായിക്കുന്നത് 32 അധ്യായത്തിൻ്റെ 16, 17 അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു. അവർ സംസാരിക്കായകയാൽ ഞാൻ കാത്തിരിക്കണമോ? എനിക്ക് പറവാനുള്ളത് ഞാനും പറയും, എൻ്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും. സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പറഞ്ഞിട്ടേ ഇല്ല. എന്നാൽ എഴുത്തുകാരൻ തൻ്റെ ചിന്തകൾ സ്വയം പ്രകടിപ്പിക്കുകയാണ്. തുടർന്ന് സംവാദം പുനരാരംഭിക്കുന്നു. അവിടെ എലീഹു മാത്രമാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എലീഹു ആയിരിക്കും എന്നുള്ളതിൻ്റെ സൂചന അതത്രേ. ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ ഇയ്യോബ് ജീവിച്ചിരുന്ന കാലം ഏതെന്ന് നമുക്കറിയില്ല. അവൻ എവിടെയാണ് ജീവിച്ചിരുന്നതെന്നും നമുക്കറിയില്ല. അവൻ ഊസ് എന്ന ദേശത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായി എനിക്കും അറിയാം. നാം അത് വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ഊസ് ദേശം എവിടെയാണ്? സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഊസ് ദേശം എവിടെയാണെന്ന് എനിക്കറിയില്ല സുഹൃത്തെ. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് നമുക്കത് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നില്ല. മറ്റ് പുസ്തകങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ള സമയവും സ്ഥലവും ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നൽകിയിട്ടുപോലുമില്ല എന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സത്യമാകുന്നു. എങ്കിലും ഊസ് ദേശം ഇത് കൃത്യമായി എവിടെയാകുന്നു എന്ന് വിശദീകരിക്കുവാൻ പലരും ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ്. കുലപതിമാരുടെ, അതായത് അബ്രഹാം മുതലുള്ള പിതാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഇയ്യോബിൻ്റെ പുസ്തകം എഴുതപ്പെട്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇയ്യോബ് യാക്കോബിനെ അറിഞ്ഞിരിക്കുവാൻ സാധ്യതയുണ്ട്. മോശയിക ന്യായപ്രമാണത്തിൻ്റെ സൂചനകളോ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന വലിയ സംഭവങ്ങളുടെ സൂചനയോ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നില്ല എന്നത് ഈ പുസ്തകം പുറപ്പാട് പുസ്തകത്തിനും മുൻപ് എഴുതിയിട്ടുള്ളതാകുന്നു എന്ന് കാണിക്കുന്നു. ഇയ്യോബിനെ പിതാക്കന്മാരുടെ സമയത്തെ ആളായി ചിത്രീകരിക്കുന്നതിന് ഉപോത്ബലകമായിട്ടുള്ള ചില വാദങ്ങൾ ഇനിയും ഞാൻ പറയട്ടെ. ഒന്ന്,
ഇയ്യോബിൻ്റെ വയസ്സിൻ്റെ ദൈർഘ്യം. ഇയ്യോബ് 42 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. പഴയ നിയമപിതാക്കന്മാരുടെ ജീവിതകാലം ഇയ്യോബിനെ പോലെ വളരെയേറെ ദൈർഘ്യമുള്ളതായിരുന്നു എന്ന് നമുക്കറിയാം. രണ്ടാമതായി, ഇയ്യോബ് തൻ്റെ ഭവനത്തിലെ മഹാപുരോഹിതനായി പ്രവർത്തിക്കുന്നത് നാം കാണുന്നു. ഇസ്രായേൽ മക്കളെക്കുറിച്ചോ മറ്റേതെങ്കിലും പൗരോഹിത്യത്തെക്കുറിച്ചോ യാതൊരു സൂചനയും ഈ പുസ്തകത്തിൽ ഇല്ലാത്തതിനാൽ ഈ സംഭവം ഈ പറഞ്ഞതിനൊക്കെ മുൻപ് സംഭവിച്ചതായിരിക്കാനാണ് സാധ്യത. മൂന്നാമതായി, ഏശാവിൻ്റെ മൂത്ത പുത്രൻ്റെ വംശത്തിൽ നിന്നുള്ളവനാണ് എലീഫസ്. ഉൽപ്പത്തി പുസ്തകം 36 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഉൽപ്പത്തി 36:10, ഏശാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ഏശാവിൻ്റെ ഭാര്യയായ ആദയുടെ മകൻ എലീഫാസ്, ഏശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ മകൻ രയൂവേൽ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത എന്തെന്നാൽ ഇയ്യോബ് യാക്കോബിൻ്റെ സമകാലീനൻ ആയിരുന്നിരിക്കും എന്നത്രേ. ഈ പുസ്തകം വളരെ ഉന്നതമായ തത്വജ്ഞാനപരമായ ഒരു രചനയാകുന്നു. ഈ പുസ്തകത്തിൽ അനേകം പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതായും മറുപടി നൽകിയിരിക്കുന്നതായും നാം കാണുന്നു. അനേകം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ പര്യാപ്തമായ ഒരു ഒന്നാന്തരം കവിതാ സമാഹാരം. ഒന്ന്, എന്തുകൊണ്ട് നീതിമാന്മാർ കഷ്ടപ്പെടുന്നു എന്നുള്ള വിഷയം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യം ഇതത്രേ. നീതിമാന്മാർ കഷ്ടം അനുഭവിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഈ പുസ്തകത്തിൽ എടുത്തു പറയുന്നു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി. അതെ, ഈ പുസ്തകത്തിലെ പ്രഥമമായ പഠിപ്പീര് ഇതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഒട്ടനേകം വേദപണ്ഡിതന്മാരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. 2, മനുഷ്യവർഗത്തിനെതിരെയുള്ള സാത്താൻ്റെ അപവാദങ്ങളെ ശാസിക്കുവാനാകുന്നു ഇയ്യോബ് എഴുതപ്പെട്ടത് എന്നുള്ള ചിന്ത. മൂന്നാമതായി, ഇയ്യോബിനെ തനിക്ക് തന്നെ വെളിപ്പെടുത്തുവാനാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. നാലാമതായി, ഇയ്യോബിൻ്റെ പുസ്തകം ക്ഷമ എന്തെന്ന് പഠിപ്പിക്കുന്നു എന്ന് ഒരു കൂട്ടം പറയുന്നു. യാക്കോബ് തന്നെ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ പറയുന്നല്ലോ, 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു എന്ന്. വാസ്തവത്തിൽ ഇയ്യോബ് ക്ഷമയുള്ളവനായിരുന്നോ? ഉള്ളത് പറയണമല്ലോ. ഈ മനുഷ്യൻ എങ്ങനെയാണ് സഹിഷ്ണുതയുള്ളവനായിരുന്നു എന്ന് കാണുക പ്രയാസമാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം അത് പരിഗണിക്കുന്നതാണ്. 5-ാമതായി, എൻ്റെ ചിന്തയിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം അനുതാപം അഥവാ പശ്ചാത്താപം, മാനസാന്തരം എന്തെന്ന് പഠിപ്പിക്കുകയാകുന്നു എന്നത്രേ. ഞാൻ ഈ പറഞ്ഞതിനെ അതുപോലെ അംഗീകരിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് എന്നോട് യോജിക്കുവാൻ സാധിക്കാത്ത പക്ഷം ഈ പുസ്തകത്തിൻ്റെ ഒടുവിലെത്തുന്നത് വരെ എന്നോടൊപ്പം പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിൽ അപ്പോൾ നിങ്ങൾക്ക് എത്താവുന്നതാണ്. പശ്ചാത്താപത്തെക്കുറിച്ച് സംസാരിക്കുവാനോ എഴുതുവാനോ മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ അവരെല്ലാം ഇപ്പോഴും പാപത്തിൽ മുഴുകിയ സ്വഭാവത്തോടു കൂടി ആരംഭിച്ച ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് സംസാരിക്കും. ഉദാഹരണത്തിന്, യഹൂദയിലെ ഏറ്റവും മോശപ്പെട്ടവനായിരുന്ന മനശ്ശെ പോലെയുള്ള ഒരു രാജാവിനെ ചൂണ്ടിക്കാണിക്കും. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ നാം മനശ്ശെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അന്ത്യത്തിൽ അവൻ മനം തിരിഞ്ഞു വന്നതിനെക്കുറിച്ച് കാണുകയും ചെയ്യുന്നു. സാധാരണ അനുതാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതുപോലെ ഒന്നാണ് നാം ഉദാഹരണമായി ചിന്തിക്കാറുള്ളത്. തർസൂസുകാരനായ ശൗലിനെക്കുറിച്ച് നാം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രുവായി അറിയപ്പെട്ടവൻ. എന്നാൽ അവൻ മനം തിരിഞ്ഞു, അനുതപിച്ചു. സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ദുർവൃത്തനായൊരു പ്രഭു ആയിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹം മനം തിരിഞ്ഞു. ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെക്കുറിച്ച് നമുക്കറിയുവാൻ സാധിക്കും. ഒരു കാലത്ത് വളരെ മോശമായി ജീവിച്ച് പിന്നീട് അനുതപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്നവർ. എന്നാൽ അനുതാപത്തെക്കുറിച്ച് ദൈവം പഠിപ്പിക്കുമ്പോൾ അപ്രകാരത്തിലുള്ള ഒരു മനുഷ്യനെ അല്ല അവൻ ഉദാഹരണമാക്കി സംസാരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. എന്നാൽ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്നതിലേക്കും നല്ല മനുഷ്യനെ ദൈവം ഉദാഹരണമായി തിരഞ്ഞെടുത്ത് സംസാരിക്കുന്നു. ലോകചരിത്രത്തിൽ കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഭൂമുഖത്ത് ജീവിച്ചിരുന്നതിലേക്ക് നല്ല മനുഷ്യനായിരുന്നിരിക്കും ഇയ്യോബ്. ദൈവം ഈ മനുഷ്യനെ ഉദാഹരണമായിട്ടെടുത്തിട്ട് ഇവിടെ പറയുകയാണ്, അവനും മനം തിരിയണം, അനുതപിക്കണം, മാനസാന്തരപ്പെടണം. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം ഇയ്യോബിൻ്റെ വാക്കുകൾ തന്നെ കേൾക്കുന്നത് ഇപ്രകാരമായിരിക്കും. 42-ാം അധ്യായത്തിൽ,
ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇന്ന് ഓരോ വിശ്വാസിക്കുമുള്ള ഒരു പാഠമാകുന്നു ഇത് വായിക്കുന്ന ഓരോരുത്തരെയും ഇത് പഠിപ്പിക്കേണ്ടതാകുന്നു. അതായത് നാം എത്രമാത്രം നല്ലതാകുന്നു എന്ന് നാം ചിന്തിച്ചാൽ ദൈവം നമ്മെ കാണുന്നത് പോലെ നാം ഒന്ന് കാണുവാൻ ശ്രമിക്കുക കൂടി വേണം. നമ്മുടെ നീതി എത്ര വന്നെന്നാലും അത് കറ പുരണ്ട തുണി പോലെ മാത്രമാകുന്നു. നാം അനുതപിക്കണം, മാനസാന്തരപ്പെടണം, മനം തിരിയണം. ഇയ്യോബിൻ്റെ പുസ്തകം തത്വശാസ്ത്രപരമായി വളരെ ഉന്നതമായ ഒന്നത്രേ. അത് അങ്ങനെ അനേകരും അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ടെന്നിസൺ എന്ന പ്രശസ്ത കവി ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പുരാതന കാലത്തോ ആധുനിക കാലത്തോ രചിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ കവിത എന്നത്രേ. സ്കോട്ടിഷ് തത്വശാസ്ത്രജ്ഞനായിരുന്ന തോമസ് കരേലി ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ച് പറഞ്ഞത്, പേന കൊണ്ട് എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത് എന്നത്രേ. അങ്ങനെ അനേകരും ഈ കവിതയെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ഗദ്യഭാഗം ഭൂമിയെയും സ്വർഗത്തെയും വലയം ചെയ്യുന്ന വിധത്തിലുള്ള അതിമഹത്തായ ഒരു നാടകമാകുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതൊരു കെട്ടുകഥയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. തിരുവചനത്തിൽ ഇയ്യോബിനെ ഒരു ചരിത്ര പുരുഷനായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. യെഹെസ്കേലിൻ്റെ പുസ്തകം 14 അധ്യായത്തിൻ്റെ 14 വാക്യം, 20 വാക്യം, യാക്കോബിൻ്റെ ലേഖനം 5 അധ്യായത്തിൻ്റെ 11 വാക്യം. അതുമാത്രമല്ല, പൗലോസ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും ഉദ്ധരിക്കുന്നതായി 1 കൊരിന്ത്യർ 3 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ നാം വായിക്കുന്നു. ചരിത്രത്തിൽ അനേകം എഴുത്തുകാർ ഇയ്യോബിൻ്റെ പുസ്തകത്തെ തങ്ങളുടെ രചനയുടെ അടിസ്ഥാനമാക്കിയിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. വളരെയേറെ ദൈവബോധമുള്ള ഒരു മനുഷ്യനെയാണ് ഇയ്യോബിൻ്റെ പുസ്തകം വെളിപ്പെടുത്തുന്നത്. അതേസമയം തന്നിൽ തന്നെ യാതൊരു തെറ്റും കാണുവാൻ കഴിയാതിരുന്ന ഒരുവൻ, തൻ്റെ സ്വന്തം നീതിയെക്കുറിച്ച് വളരെയധികം തൻ പ്രമാണിത്വമുള്ളവനും ആ മനോഭാവം തനിക്ക് ചുറ്റുമുള്ളവരോട് കാണിക്കുകയും ചെയ്തിരുന്നവൻ. ഇയ്യോബിനെക്കുറിച്ച് വളരെ നല്ലതായി ചിന്തിക്കുന്ന ആരെയും ഞാൻ ചിന്താക്കുഴപ്പത്തിലാക്കിയില്ല എന്ന് വിശ്വസിക്കട്ടെ. ആ ചിന്ത അങ്ങനെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചാലും ദൈവത്തിനു മുൻപാകെ താൻ കുഴപ്പമൊന്നുമില്ലാത്തവനാകുന്നു എന്ന് ഇയ്യോബിന് തന്നെ തോന്നി. വാസ്തവത്തിൽ ദൈവം മുൻപാകെ വന്ന് തൻ്റെ ഭാഗം വാദിച്ച് ശരിയാക്കുവാൻ പോലും ഇയ്യോബ് ആഗ്രഹിച്ചു എന്ന് നാം കാണുന്നു. ഇയ്യോബ് അത് ചെയ്തപ്പോൾ താൻ മനം തിരിയേണ്ടതുണ്ടെന്ന് അവൻ പിന്നീട് മനസ്സിലാക്കി. ഒരു വിധത്തിലും ഇത് ആധുനിക മനുഷ്യൻ്റെ ഒരു വിശദീകരണം അല്ല. മനഃശാസ്ത്ര വിദഗ്ധർ മനുഷ്യരോട് പറഞ്ഞു, അവൻ്റെ അമ്മ അവനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാഞ്ഞതിനാലാണ് അവൻ ഇപ്പോൾ ഇത് ഒക്കെ അനുഭവിക്കുന്നതെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഈ തലമുറയുടെ പ്രശ്നം അമ്മ അടിക്കേണ്ടത്രയും അടിച്ചില്ല എന്നതത്രേ. അമ്മയപ്പന്മാർ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അതിൽ സത്യമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പ്രശ്നത്തിൻ്റെ ഒരു ഭാഗവും ഇതായിരിക്കും. എന്നാൽ നമുക്ക് മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. തൻ്റെ കുറവുകൾക്ക്, കഴിവില്ലായ്മകൾക്ക്, പാപങ്ങൾക്ക് ആധുനിക മനുഷ്യൻ തൻ്റെ മേൽ കുറ്റമേൽക്കുവാൻ മടിക്കുന്നു. മറ്റാരുടെയെങ്കിലും മേൽ കുറ്റം വെച്ച് കെട്ടി രക്ഷപ്പെടുവാനാണ് അവൻ ശ്രമിക്കുന്നത്. അഥവാ അവനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവരുടെ തലയിലായിരിക്കും അവൻ്റെ പഴിചാരൽ. തൻ്റെ തന്നെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം പോലും അവൻ അംഗീകരിക്കുകയില്ല. നമ്മുടെ സകല പാപവും വഹിച്ച ഒരുവനുണ്ട് സുഹൃത്തെ. നാം പാപികളാണെന്ന് അംഗീകരിച്ച് അവങ്കിലേക്ക് തിരിയുന്നത് വരെ സുഹൃത്തെ, നാം തെറ്റായ വ്യക്തിയുടെ മേലാകുന്നു പഴിചാരുന്നത്. തൻ്റെ പാപത്തിന് തൻ്റെ അമ്മയെ പഴിചാരുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വളരെ താണ ഒരു നിലയാണ്. അത് ഭയങ്കരമായ ഒരു കാര്യമാണ്. എന്നിട്ടും നാം ഇന്ന് കാണുന്നത് അതത്രേ. ആധുനിക മനുഷ്യൻ വല്ലാത്ത വിഷമസ്ഥിതിയിൽ തന്നെയാണ്. അവൻ ആകെ ഒരു അപകടസ്ഥിതിയിൽ മുൻപോട്ട് പോകുന്നു. അവൻ്റെ പാപത്തിന് മറ്റുള്ളവരെ പഴി പറയുന്നു. താൻ ഹൃദയത്തിൽ ആഴമായി വാഞ്ചിക്കുന്ന ആ ആശ്വാസം കണ്ടെത്തുവാൻ എവിടെ പോകണമെന്ന് അവൻ അറിയില്ല. പകരം ഇന്ന് അവൻ ഭൗതികവാദത്തിലും അനാത്മികത്വത്തിലും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. നാം എല്ലാം ചിന്തിക്കുന്നത് നമ്മുടേതായ സംരക്ഷണ കവചത്തിൽ നാം സുരക്ഷിതരായിരിക്കുമെന്നത്രേ. അതിൽ കയറി ഒളിക്കുവാനുള്ള നമ്മുടെ കണക്കുകൂട്ടലുകൾ എത്ര വലിയ മിഥ്യയാകുന്നു എന്ന് പലപ്പോഴും നാം മറന്നുപോകുന്നു. നമ്മുടെ സമ്പാദ്യങ്ങൾ, ആരോഗ്യം, ജോലി, കുടുംബം, അങ്ങനെ ഓരോന്നുമില്ലേ. ആധുനിക മനുഷ്യൻ്റെ പ്രശ്നം അവൻ്റെ മനസാക്ഷിയിൽ അവന് ദൈവമില്ല എന്നതത്രേ. തനിക്ക് അഭയം തേടാവുന്ന ഒരു രക്ഷകൻ അവനുണ്ട് എന്നവൻ അറിയില്ല. അത് ഇയ്യോബിൻ്റെ കാര്യത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഇയ്യോബ് ദൈവബോധം വളരെ ഉള്ളവനും ദൈവത്തിൽ ആശ്രയിക്കുന്നവനുമായിരുന്നു.
താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇവിടുത്തെ വസ്തുത എന്തെന്നാൽ ദൈവം ഇയ്യോബിനെ ചക്കിനകത്തുകൂടി കടത്തും. ഒടുവിൽ അവനെ അവൻ്റെ സന്നിധിയിൽ, അതെ ദൈവസന്നിധിയിൽ തന്നെ മടക്കിക്കൊണ്ടുവരും. തൻ്റെ അടുത്തേക്ക് ഇയ്യോബിനെ ഏറ്റവും അടുപ്പിച്ചു കൊണ്ടുവരുവാനായി ദൈവം അവൻ്റെ സകല സുരക്ഷിതത്വങ്ങളും പറിച്ചു കളഞ്ഞു. അവന് ലോകപ്രകാരം ആശ്രയിക്കുവാനായി ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ അവനെ കൊണ്ടെത്തിച്ചു. അഭിവൃദ്ധിയുടെ ഒരു സമൂഹത്തിൽ പോലും ആധുനിക മനുഷ്യനെ ഈ ചക്കിലൂടെ കടത്തിവിടുന്നു. അവൻ്റെ എല്ലാ ഉപകരണങ്ങളും ജീവിതത്തിലെ സുഖക്ഷേമങ്ങളും ഇരിക്കെ തന്നെ അവൻ കരകാണ കടലിൽ ഒരു കഷ്ണം തടി ഓളത്തിനനുസരിച്ച് എവിടെയാകുന്നെന്നോ എവിടെ പോകുന്നെന്നോ അറിയാതെ കിടക്കുന്നത് പോലെയാകുന്നു. അത് ഭയാനകം തന്നെയാണില്ലേ? എവിടെയോ ആരോ ഉണ്ട് എന്ന് ചിലരെ കൊണ്ടെങ്കിലും ചിന്തിപ്പിക്കുവാൻ നിർബന്ധിപ്പിക്കുന്ന ഒന്നത്രേ അത്. മനുഷ്യൻ താനൊരു പാപിയാകുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് വന്ന് യേശു കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കേണ്ടതുണ്ട്. ഇന്ന് ആളുകൾ സമർപ്പണത്തെക്കുറിച്ച് വളരെയേറെ പറഞ്ഞു കേൾക്കാറുണ്ട്. താങ്കളുടെ സമർപ്പണം വാസ്തവത്തിൽ എന്താണ്? വെറുതെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നിങ്ങളുടെ കർത്താവും യജമാനനും ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുവാൻ നമുക്കാർക്കും കഴിയില്ല. ഒന്നാമതായി അവിടുന്ന് താങ്കളുടെ രക്ഷകനാകണം. അവിടുന്ന് താങ്കൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം. ക്രൂശിങ്കൽ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ആരംഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവനോടൊപ്പം എങ്ങും ആരംഭിക്കുകയില്ല. ക്രൂശിങ്കൽ നമ്മുടെ പാപം അഴിഞ്ഞു പോകണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് തോന്നിയതിനാലാണ് ഞാൻ ഇത്രയും സമയം ഈ മുഖവരിയിൽ ചെലവഴിച്ചത്. തൻ്റെ പ്രതിസന്ധികളിൽ ഉടനീളം ഇയ്യോബ് ദൈവീക സാന്നിധ്യത്തിൻ്റെ ബോധത്തിൽ തന്നെയായിരുന്നു. ആധുനിക മനുഷ്യൻ അലഞ്ഞു തിരിയുന്നത് പോലെ ഇയ്യോബ് എവിടെ എങ്ങനെ എന്ന് ചിന്തിച്ച് അലയുകയല്ലായിരുന്നു. തന്നെ എന്തുകൊണ്ട് ഈ ചക്കിലിട്ട് ദൈവം ആട്ടുന്നു എന്ന കാര്യമാണ് ഇയ്യോബിന് മനസ്സിലാകാതിരുന്നത്. ദൈവം അവനോട് ഇടപെടുന്നത് വരെ തനിക്ക് അനുതാപം ആവശ്യമാകുന്നു എന്ന് ഇയ്യോബ് അംഗീകരിച്ചിരുന്നില്ല. നമുക്ക് മുൻപോട്ട് പഠിക്കുമ്പോൾ അത് കാണുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ കൂടി ഇന്ന് നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഈ ഊസ് ദേശം മധ്യപൂർവ്വദേശങ്ങളിൽ എവിടെയോ ആകുന്നു. അതിനപ്പുറം വ്യക്തമായ ഒരറിവ് ഇതേക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നില്ല. ഇതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ചരിത്രകാരനായ ജോസീഫസ് ഒരു ചെറിയ വെളിച്ചം നമുക്ക് നൽകുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് എങ്ങും യാതൊരു വിധത്തിലുള്ള ഒരു തെളിവുമില്ല. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ ഊസ് എന്നത് ശേമിൻ്റെ മക്കളിൽ ഒരാളായ അരാമിൻ്റെ മകൻ ആകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ ഹസ്, അതെ അബ്രഹാമിൻ്റെ സഹോദരനായിരുന്ന നാഹോരിൻ്റെ ആദ്യജാതനാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹസ് എന്നത് ഊസ് എന്ന് ഉച്ചാരണം ചെയ്യപ്പെട്ടിരുന്നു. പുരാതന പട്ടണമായ ദമസ്കാസിൻ്റെ സ്ഥാപകനാകുന്നു ഈ ഊസ് എന്ന് ജോസീഫസ് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ദമസ്കസ് ആകുന്നു നിരന്തരമായി ജനവാസമുണ്ടായിരുന്ന ലോകത്തിലെ പ്രാചീന നഗരം. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഇയ്യോബ് ജീവിച്ചിരുന്നത് സിറിയൻ മരുഭൂമിയിൽ എവിടെയോ ആയിരുന്നു എന്നത്രേ. തൻ്റെ ബിരുദാനന്തര പഠനത്തിനായി പൗലോസിനെ കർത്താവ് അയച്ചതും ഇതേ മരുഭൂമിയിലാണ്. ദൈവം തൻ്റെ മക്കളിൽ ഒരു വലിയ പങ്കിനെ അവിടെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തതായി നമുക്കറിയാം. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ഊസ് ദേശവും എൻ്റെ ഊസ് ദേശവും ഭൂമിശാസ്ത്രപരമായി വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും. അത് ഈ ഭൂമിയിൽ ഏതൊരു സ്ഥലവും ആകാവുന്നതാണ്. അതല്ല പ്രധാനപ്പെട്ട സംഗതി. പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ ഈ പറഞ്ഞ സ്ഥാനത്തും നാം ചില പ്രത്യേക പാഠങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നതത്രേ. ഇയ്യോബ് കേവലം കൽപ്പിത പുരുഷനായിരുന്നുവെന്ന് വിചാരിക്കുന്ന അനേകർക്കുള്ളൊരു മറുപടി കൂടിയാണ് ഈ 1-ാം വാക്യം. യെഹെസ്കേൽ പ്രവാചകൻ നോഹയുടെയും ദാനിയേലിൻ്റെയും കൂട്ടത്തിൽ ഇയ്യോബിനെക്കുറിച്ചും പറയുന്നുണ്ട്.
പഴയകാലത്ത് ജീവിച്ചിരുന്ന രണ്ട് പ്രമുഖ വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരു കൽപ്പിത പുരുഷനെ കൂടി സത്യദൈവം ചേർത്ത് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് ചിന്തിക്കുന്നത് വെറും അസംബന്ധം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇയ്യോബിൻ്റെ നാമം ഇവിടെ 4 വിധ നാമവിശേഷണങ്ങൾ കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ തികഞ്ഞവനായിരുന്നു. അതായത് അവൻ യാഗം കഴിച്ചിരുന്നതിനാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ അവൻ തികഞ്ഞവൻ അഥവാ നിഷ്കളങ്കനായിരുന്നു എന്നാണ് അർത്ഥം. അക്കാലത്ത് യാഗം എന്നതുകൊണ്ട് ഹോമയാഗമായിരുന്നു ഉദ്ദേശിക്കുന്നത്. ഇയ്യോബിലെ നിഷ്കളങ്കത അവൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന പൂർണ്ണമായ പക്വതയെയാണ് സൂചിപ്പിക്കുന്നത്. മാനുഷികമായി പറഞ്ഞാൽ അവനിൽ ന്യൂനതകൾ ഉണ്ടായിരുന്നില്ല. ഉത്കൃഷ്ടമായ ഗുണവിശേഷങ്ങൾ അനേകരിലും കാണാമെങ്കിലും പൂർണ്ണനായൊരു മനുഷ്യന് ആവശ്യമായ സവിശേഷതകൾ അത്തരക്കാരിൽ കുറവായിരിക്കും. ഉദാഹരണത്തിന് സത്യസന്ധരെങ്കിലും ദയയില്ലാത്തവരും സൗമ്യരെങ്കിലും ദുർബല വികാരങ്ങൾക്ക് വിധേയപ്പെടുന്നവരുമായിരിക്കും അവർ. എന്നാൽ ഇയ്യോബ് എല്ലാ നിലയിലും ശരിയായ സമതുലനം സിദ്ധിച്ച ഒരുവനായിരുന്നു. അടുത്തതായി അവൻ നേരുള്ളവനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരോട് അവനുണ്ടായിരുന്ന ആ ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നീതി തൻ്റെ സവിശേഷമായ സിദ്ധിയായിരുന്നു എന്ന് അവന് തന്നെ നന്നായി അറിയാമായിരുന്നു. പിന്നെ പറയുന്ന അവൻ ദൈവഭക്തനായിരുന്നു എന്ന്. ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവത്തെക്കുറിച്ച് ഉന്നതവും പാവനവുമായ ഒരു ചിന്തയാണ് അവനുണ്ടായിരുന്നത്. അത് കാരണം അവൻ ദുഷ്ടതയെ ദ്വേഷിച്ചു. ദൈവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ആധുനിക മനുഷ്യനിൽ നിന്നും ഈ ഇയ്യോബ് വ്യത്യസ്തനായിരുന്നു. ഒടുവിലായി അവൻ ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ്റെ ബാഹ്യമായ ജീവിതം ആന്തരികമായ ഹൃദയാവസ്ഥയ്ക്ക് അനുസൃതമായിരുന്നു എന്നർത്ഥം. എത്ര ഉന്നതമായ സ്വഭാവ സവിശേഷതകളില്ലേ! തൻ്റെ ധാർമ്മിക സ്വഭാവത്തിന് ഇണങ്ങത്തക്കവണ്ണം പഴയ നിയമ നിലവാരത്തിന് അനുസൃതമായി തൻ്റെ കുടുംബത്തിലും സമ്പത്തിലും ഇയ്യോബ് ഒരു ധനികനായിരുന്നു. 2ഉം 3ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വദിഗ്വാസികളിലും മഹാനായിരുന്നു. 10 മക്കളുള്ള ഒരു മഹത്തായ ഭവനം ഇയ്യോബിനുണ്ടായിരുന്നു. അവൻ മഹാധനികനും ഈ മക്കളെല്ലാം ആഡംബരത്തിലും സമൃദ്ധിയിലും ജീവിക്കുന്നവരുമായിരുന്നു. യാത്രയ്ക്ക് അവന് ഒട്ടകങ്ങളുണ്ടായിരുന്നു. അക്കാലത്ത് ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന തൊഴിൽ അവന് ഉണ്ടായിരുന്നിരിക്കും. പാലിനായി ആവശ്യം പോലെ കഴുതകളുണ്ടായിരുന്നു. അക്കാലത്ത് അതൊരു വലിയ കാര്യമായി കണ്ടിരുന്നു. അതെത്ര വലിയ കാര്യമാണെങ്കിലും വേണ്ട എന്ന് വെക്കുവാൻ ഞാൻ തയ്യാറാകുന്നു എന്നത്രയല്ലേ നിങ്ങളും ഒരുപക്ഷെ. ആഡംബരത്തിൻ്റെ മടിത്തട്ടിൽ കഴിഞ്ഞുകൂടി ഇയ്യോബും കുടുംബവും ഇന്നത്തെ പല ധനികരെയും വെല്ലുന്ന സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. അവർ വളരെയേറെ സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്നതിനാൽ ഈ പറഞ്ഞത് സാധ്യമായിരുന്നു, എളുപ്പവുമായിരുന്നു. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമൃദ്ധിയുടെയും ആഡംബരത്തിൻ്റെയും എല്ലാം മധ്യത്തിൽ ഇയ്യോബിൻ്റെ ഹൃദയത്തിലൊരു ഭയമുണ്ടായിരുന്നു. 5-ാം വാക്യം, എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്നൊരു വസ്തുത എന്തെന്നാൽ, തനിക്കൊരു യാഗം ആവശ്യമാണെന്ന് ഇയ്യോബിന് തോന്നിയില്ല എന്നതത്രേ. താൻ ദൈവവുമായി ശരിയായ ഒരു നിൽപ്പിൽ തന്നെയാകുന്നു എന്ന് അവന് തോന്നിയിരിക്കും. തന്നെക്കാൾ തൻ്റെ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയേക്കുമെന്ന ആശങ്ക ഇയ്യോബിൻ്റെ സ്വയനീതിയെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചാൽ തെറ്റാണോ? ഒരു നല്ല മനുഷ്യനിൽ കുറേ കുറ്റം കണ്ടുപിടിക്കുവാനുള്ളൊരു ശ്രമമല്ല ഇത് കേട്ടോ. തൻ്റെ പുത്രന്മാരും പുത്രിമാരും ഒരുപക്ഷെ അവർ ആയിരിക്കേണ്ടതുപോലെ ദൈവത്തോടടുത്തല്ലായിരിക്കും എന്ന് ചിന്തിച്ച് അവൻ അവർക്കായി ഹോമയാഗം കഴിച്ചു. അവൻ്റെ ഭവനത്തിലെ മഹാപുരോഹിതനായിരുന്നു ഇയ്യോബ്. സുഖലോലുപതയിൽ വിരാജിക്കുന്നവർക്ക് സർവ്വസാധാരണമായി സംഭവിക്കാറുള്ള ശോധന ദൈവത്തെ ഭയപ്പെടുന്ന തൻ്റെ മക്കൾക്ക് ഭവിക്കാതിരിക്കാനുള്ള വ്യഗ്രതയായിരിക്കും ഇയ്യോബിനുണ്ടായിരുന്നത്. ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണ്, ക്ഷമിക്കണം. ആദ്യത്തെ രംഗം ഇവിടെ അവസാനിക്കുന്നു.
ധനികനായ ഒരു മനുഷ്യൻ്റെ മനോഹരമായൊരു കുടുംബത്തിലെ എല്ലാം വേണ്ടുവോളമുള്ള അത്യാകർഷകമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. എന്നാൽ അവൻ്റെ ഹൃദയത്തിലൊരു ഭയമുണ്ടായിരുന്നു. ഇന്നൊരു വലിയ പങ്ക് മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഭയം തന്നെയായിരുന്നു ഇയ്യോബിനും ഉണ്ടായിരുന്നത്. ആ പ്രശ്നം തനിക്ക് തന്നെ കൈകാര്യം ചെയ്യുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവൻ ദൈവത്തിങ്കിലേക്ക് ചെല്ലുന്നു. ഇന്ന് വളരെയേറെ മാതാപിതാക്കന്മാർ തങ്ങളുടെ ഒരു മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ ചിന്തിച്ച് വ്യഗ്രമനസ്കരായി കഴിയുന്നുണ്ട്. അനുസരണം കെട്ട മക്കൾ, മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായി കഴിയുന്നവർ, സകലവും നശിപ്പിച്ച് തങ്ങൾക്ക് തോന്നിയതുപോലെ കഴിയുന്നവർ. സംഗതികളാകെ വഷളായി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഈ മാതാപിതാക്കന്മാർ ഇതേക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങിയതെന്നതാണ് ഒരു വലിയ പങ്കിൻ്റെയും പ്രശ്നം. ആദ്യമൊക്കെ അത് മക്കളുടെ സാമർഥ്യമായി കണ്ട് അവരെ പുകഴ്ത്തുകയാണ് ചെയ്തത്. ഇയ്യോബ് ചെയ്തതുപോലെ പല മാതാപിതാക്കന്മാർക്കും ദൈവസന്നിധിയിലേക്ക് ചെന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഫലമോ തങ്ങൾക്ക് തന്നെ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നം ഇന്ന് അവർ വഹിക്കുന്നു. പരിഹാരത്തിനായി ഓടുന്നിടം പലപ്പോഴും കബളിപ്പിക്കപ്പെടുന്നിടം ആകുന്നു താനും. തൻ്റെ ഭയങ്ങളുമായി എവിടേക്കാണ് പോകേണ്ടതെന്ന് ഇയ്യോബിന് അറിയാമായിരുന്നു. അവൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഒരു ഹോമയാഗം കഴിക്കുന്നു. ആ ഹോമയാഗം ക്രിസ്തുവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവൻ ഒരു ദൈവമനുഷ്യനായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മാതാവേ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയ പിതാവേ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കാറുണ്ടോ? അല്പം സമയം ഓരോ ദിവസവും അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുക. ഈ ലോകപ്രകാരം നാം അവർക്ക് സകലവും നേടിക്കൊടുത്താലും ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നാം അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ്. തലമുറകൾക്ക് വേണ്ടി കരുതുന്നത് വാസ്തവത്തിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നവരാണ്. തലമുറകൾക്ക് വേണ്ടി, അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത് വാസ്തവത്തിൽ അവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ പരിശ്രമിക്കുന്നവരാണ്. മറ്റുള്ളവർ എന്തെല്ലാം കരുതി വച്ചാലും വാസ്തവത്തിൽ അത് നാശത്തിലേക്ക് മാത്രമേ തലമുറകളെ നയിക്കൂ. ഇന്ന് നാം ഇയ്യോബിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നുവല്ലോ. അവൻ്റെ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചതായി നാം കാണുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു നല്ല മാതൃകയാണത്. അത് പിന്തുടരുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.